ഹേയ് ഗായ്സ് വാട്ട്സ്ആപ്പ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറി നേരെ ട്രിവാൻഡ്രത്ത് സെൻറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ കയറി നേരെ ഗുരുവായൂരിലേക്ക് പോവാം. 7:30 ആകുമ്പോൾ ഒരു ട്രെയിൻ ഉണ്ട്, അതിൽ പോകാനാണ് എൻ്റെ പ്ലാനിങ്. അതാകുമ്പോൾ 1:30 ആകുമ്പോൾ അവിടെ എത്തും. 1:30 ആകുമ്പോൾ എത്തും. പിന്നെ ഇവിടുന്ന് ഒരു ബസ്സുണ്ട്, ബസ് കയറി പോവുക അങ്ങോട്ട്. ഒക്കെയാണ് എൻ്റെ പ്ലാനിങ്. കഴിച്ച് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ എൻ്റെ അനിയൻ അങ്ങനെ കൊണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അവനങ്ങനെ ബസ്സിൻ്റെ സ്ഥലത്ത് കൊണ്ടാക്കി തരും. അവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്ത് പോകണം. അപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പോകാം. അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും ഗുരുവായൂരിലേക്ക് പോണ കാഴ്ചകളും അന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇങ്ങോട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് നോക്കാം. ബസ് കാത്തിരിക്കുക. ചെറിയൊരു ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ബസ് വരും. ബസ് പോയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് അകത്തായതുകൊണ്ട് ബസ്സൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു അരമണിക്കൂറായിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. 7:30ക്കാണ് ട്രെയിനൊക്കെ കിട്ടുമല്ലോ. ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ ട്രിവാൻഡ്രം സെൻറ്ററിൽ പോകാം. നീണ്ട സമയത്തിന് ശേഷം എനിക്ക് ബസ് കിട്ടി. അങ്ങനെ ഞാൻ കഴക്കൂട്ടത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച്. റെയിൽവേ സ്റ്റേഷനിൽ കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ കഴക്കൂട്ടത്തേക്ക് ടിക്കറ്റ് എടുത്ത് 25 കഴക്കൂട്ടത്ത് നിന്ന് അമ്മാനൂർ ബസ് പിടിച്ച് പോകണം. കഴിച്ച് ഒരു വൈബാണല്ലേ. ഇതെല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. ഇതിനകത്ത് വലുതായിട്ട് ആളൊന്നുമില്ല, കുറവാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ KSRTC ഒരു യാത്ര. അങ്ങനെ ഞാൻ അടുത്ത ബസ്സിൽ കയറി. കഴക്കൂട്ടത്ത് ഇറങ്ങിയിട്ട് കഴക്കൂട്ടത്ത് നിന്ന് അടുത്ത ബസ് കയറിയപ്പോൾ ഫാസ്റ്റ് കയറി 32 രൂപ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര 25 ആയതേ കഴക്കൂട്ടം വരെ. കഴക്കൂട്ടത്ത് നിന്ന് തമ്പാനൂർ വരെ സൂപ്പർ ബസ് കയറിയപ്പോൾ 32 രൂപ. റംസലല്ല 32 രൂപ. അപ്പോൾ ഒരു സീറ്റൊക്കെ കിട്ടി. ഞാൻ നേരെ ഇനിയിപ്പോൾ പോവുകയാണ്. എന്തായാലും ട്രെയിൻ കിട്ടുമോയെന്ന് അറിയില്ല. 6:30 മണിയായിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് ക്രോസ് ചെയ്താൽ ഞാനിങ്ങ് വന്നു സെൻട്രൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് നോക്കാം അവിടെ ടിക്കറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലടേ. 7:30ക്ക് ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പം ഇതായിരുന്നു, ഫുള്ളായിരുന്നു. എന്തായാലും നോക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു KSRTC ബസ്. ഇതാണ് KSRTC സെൻട്രൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് സെൻട്രൽ. പിന്നെ ഇവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഏതെങ്കിലും വണ്ടി നമ്മളെ ഇടിച്ചു. അതാണ് പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ നമ്മളെ ഇടിച്ചു. അതുകൊണ്ട് നമുക്ക്
നേരെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിങ്ങനെ പോയാണ്. ഇവിടെ ആ ടിക്കറ്റ് എടുക്കണേന്ന് അറിയില്ല, ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുക. നോക്കാം കുറച്ചുകൂടി നടന്നിട്ട്. കുറേ കാലമായി വന്നിട്ടുണ്ട്. അതാ യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ കയറിപ്പോയി മെയിൻ എൻട്രൻസിന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ അവിടെയായിരുന്നു. നമ്മളത് കണ്ടില്ല. ഞാൻ അവിടെ നിന്ന് കയറി വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു പണ്ടും, പക്ഷെ മറന്നുപോയി. കുറച്ചേ നാളായില്ലേ, അതിൻ്റെ ഒരു മറവി ആകാം. ഇത് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമ്മൾ ടിക്കറ്റ് എടുത്ത്, പക്ഷേ ഒരു സീനുള്ളത് നമുക്ക് ഗുരുവായൂർ ടിക്കറ്റ് കിട്ടിയില്ല. നമുക്ക് കിട്ടിയത് തൃശ്ശൂരാണ്. അപ്പോൾ ഇനിയിപ്പോൾ തൃശ്ശൂർ പോയിട്ട് ഇനി അവിടെ നിന്നും ബസ് കയറണം ഗുരുവായൂർക്ക് പോകാൻ. അവിടെ നിന്ന് ഇനി ബസ് കയറണം. അതൊരു വലിയൊരു ടാസ്ക്കാണ്. എന്തായാലും നമുക്കിത് ഇതൊക്കെ കണ്ടുപിടിക്കണം. എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അതൊക്കെ പോയി തപ്പി കണ്ടുപിടിച്ച് ഞാൻ ഒരു സ്ഥലത്ത് സെറ്റായിട്ട് പറയാം നിങ്ങളടുത്ത്. പണിപാളില്ല. 110 രൂപ ഏട്ടാ, 110 രൂപയുള്ളൂ. ടിക്കറ്റ് കണ്ടിട്ട് നിങ്ങൾക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. അവരാണെങ്കിൽ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്ന്. നല്ല പരിപാടി. ഞാനിവിടെ കിടന്ന് പബ്ബായി. ട്രെയിനിൽ കയറിയിട്ട് കുറേ കാലമായില്ല. വല്ല ഐഡിയ വേണ്ട. ഒരു ഐഡിയ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് എനിക്ക് ഭ്രാന്തായി. ലാസ്റ്റ് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആ ട്രെയിൻ ഉണ്ട്, പിന്നെ ഇത് എവിടെ കയറണമെന്ന് എവിടെയെങ്കിലും കയറിയാൽ പോരല്ലോ, നമുക്ക് തോന്നുന്നിടത്ത് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു തന്ന് 2 ബോഗിയുണ്ട്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിൽ. കുറേ നാളായതുകൊണ്ട് ഒന്നും മനസ്സിലാവണല്ലോ എന്താ പറയുക. അല്ലെങ്കിൽ അവരെങ്കിലും പറഞ്ഞു തന്നു. ഇത് അവർ പറഞ്ഞു തന്നൊന്നുമില്ല. ഈ പറഞ്ഞ കണക്ക് എന്തൊക്കെ നല്ല എക്സ്പീരിയൻസ് അതിനകത്ത് കയറി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമൊന്നുമില്ല ഇരിക്കാൻ. ചൂട് നല്ല സുഖമുണ്ട്. ഇവിടെ 2 ബോഗിയും കൊണ്ടുള്ളായിരുന്നു. 2 അല്ല 3 ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ആൾക്കാരെല്ലാം ഇരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ പക്ഷിയുള്ള ലഗേജ് അങ്ങനെ എന്തോ കണ്ടില്ല. എന്താ പറയുക, ഓ മൈ ഗോഡ്, നല്ല ചൂട്, നല്ല സുഖമുണ്ട്, നല്ല സുഖമായി. AC മാത്രം എടുത്താൽ മാത്രം മതിയായിരുന്നു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ട് ഇരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ട്രെയിൻ എടുത്ത് ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂർ എത്തും. 6 മണിക്കൂർ ആവുമെന്ന് തോന്നുന്നു അവിടെ എത്തുമ്പോൾ. അതിന് നോക്കാം. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെ നിൽക്കുമെന്നൊന്നും അറിയില്ല. തൃശ്ശൂർ 12:30 കൊണ്ടാണ് എത്ര 12:30 ബസ് കിട്ടുമോ ഗുരുവായൂർ പോകാൻ. അതും ഒരു മെയിൻ ടാസ്ക്കാണ്. എന്തായാലും നോക്കാം. അതൊരു വലിയൊരു ടാസ്ക്കാണ്. രാത്രി പോയിട്ട് നിൽക്കാൻ സ്ഥലമില്ലാത്തത് അതൊരു വലിയൊരു ടാസ്ക്കാണ്, ഒരു ചടങ്ങാണ്. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നോക്കാം നമുക്കെന്തായാലും. അത് നോക്കാം എത്രത്തോളം ഇതാവുമെന്ന്. പിന്നെ ഇവിടെ ഇരിക്കാനൊന്നും ആകെ നിൽക്കാൻ മാത്രമേ സ്ഥലമുള്ളൂ. ഇനി അങ്ങോട്ടും പോകുമ്പോൾ തിരക്ക് കൂടുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇനി ബസ്സിലെ എക്സ്പീരിയൻസ് എന്താ പറയുക, വലിയ കുഴപ്പമില്ല. നല്ല രസമായിരുന്നു. പാട്ടൊക്കെ കേട്ട് ഇരുന്ന് വരാൻ സീറ്റൊക്കെ കിട്ടി. പക്ഷേ ഫാസ്റ്റിൽ കയറിയപ്പോൾ ഒന്ന് കൂടുതലായി. പക്ഷെ പെട്ടെന്ന് എത്തി. മറ്റേതിൽ 25 35. പക്ഷേ ഫാസ്റ്റിൽ പെട്ടെന്ന് എത്താൻ പറ്റി. അല്ലെങ്കിൽ ട്രെയിൻ കിട്ടില്ലായിരുന്നു. ഈ ട്രെയിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ 7:30 ആ ഒരു 7:45 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ കയറി ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വേറെ ബസ്സിലെ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ അടുത്ത ട്രെയിനിലെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം.
അങ്ങനെ നമ്മൾ 7:30 മണിക്ക് ട്രെയിൻ കയറിയതാണ്. ഇപ്പോൾ എത്ര മണിയായെന്നറിയോ? 12:00 1:45 തൃശ്ശൂർ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഗുരുവായൂരിലേക്ക് ട്രെയിൻ പിടിക്കണം. ഇപ്പോൾ ഏത് ട്രെയിൻ ഉണ്ടാകുന്നൊന്നും അറിയില്ല. ഞാൻ പടായ ശോകാവസ്ഥയായിരുന്നു. ഒരു സുഖമില്ലായിരുന്നു അതിനകത്തിരിക്കാൻ, ഒരു സുഖമില്ലായിരുന്നു. ഇതെങ്ങനെയൊക്കെ ഇരുന്നെത്തി. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ 3rd ക്ലാസ് AC എടുത്താണ് വന്നത്. അപ്പോൾ അതിൽ കിടന്ന് ഉറങ്ങിയെങ്കിൽ സ്ലീപ്പർ എത്തി നല്ല സുഖമായിട്ട് ഉറങ്ങി കഴിച്ചപ്പോൾ ഗുരുവായൂരെത്തി. ഇതൊരു സുഖമില്ല, എനിക്ക് ഇരിക്കാനും പറ്റില്ല, തിരക്കും ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഗുരുവായൂരിലേക്ക് ഒന്നും കഴിച്ചതൊന്നുമില്ല. ഇതുവരെയായിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പം തൊട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാനുള്ള ട്രെയിൻ പിടിക്കാം. ചോദിക്കട്ടെ അവിടെ ചെന്ന്. ഗുരുക്ക് വെള്ളവും വാങ്ങിച്ച് ഇതും കുടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ട്രെയിൻ, ഞാൻ വരുന്ന മുമ്പേ ഒരു ഗുരുവായൂർ ട്രെയിൻ പോയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിൻ കിട്ടില്ല. ഇനി ബസ് വല്ലതും ഉണ്ടോ നോക്കണം. 12:30 എവിടെ ബസ്? അവസ്ഥ നോക്കാം നമുക്ക്. എന്താണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത്? ഫുള്ള് നോർത്ത് ഇന്ത്യക്കാരാണ്. ഫുള്ള് കാണണം മൊത്തം അവരാണ്. രാത്രി 1:30 ടൈമിൽ ഫുള്ള് അവർ തന്നെ. അറിയില്ല. അങ്ങനെ ഗൈസ് ഞാൻ നടന്ന് അവിടെ നിന്ന് ഇറങ്ങി, ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനില്ല. ഒരു ട്രെയിൻ ഉണ്ടായിരുന്നത് ഞാൻ വന്നപ്പോൾ അത് പോയി. ഇനി ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഇനിയിപ്പം നമുക്കൊന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി നോക്കാം. ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ എത്തും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന് നോക്കണം. നല്ല സുഖമുണ്ട് 1.5 മണിക്ക് നടക്കാനേ. പക്ഷെ ഒരു വൈബ്, അതൊക്കെ ഒരു വൈബ്. മിന്നലൊക്കെ പോകണം. മിന്നൽ എവിടെ പോകണമല്ലോ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഞാൻ അവിടെ ദുബായിൽ വണ്ടി ഓടിച്ചിട്ട് ഒരു 2 വർഷത്തോളമായിട്ട് അവിടെ വണ്ടി ഓടിക്കുന്നു. അതപേക്ഷിച്ച് ഞാൻ ഇവരെ വണ്ടി ഓടിപ്പ് കണ്ടപ്പോഴേ ഇവരെ സമ്മതിക്കണം. കാരണം ഇവർക്കൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം. ഈ ബസ്സൊക്കെ ഓടിക്കണവർക്ക് KSRTC. എൻ്റെ മോനെ വല്ലാത്തൊരു ചെറിയൊരു ഗ്യാപ്പിലൊക്കെ കൊണ്ടങ്ങ് പോണത് തന്നെ. വന്നുകൊണ്ടിരുന്നപ്പം ഒരു ബസ് പറഞ്ഞുണ്ട്, അത് കിട്ടിയാൽ മതിയായിരുന്നു. അത് ഗുരുവായൂരാ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ നേരെ പോവാ. ഷൂട്ട് ഇതാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ, ഗുരുവായൂർ ബസ് കിട്ടും കേട്ടോ. ഡോണ്ട് വരി. ഞാൻ വിചാരിച്ചു 1.5 മണിക്കൊന്നും ബസ് കിട്ടില്ലെന്ന്, പക്ഷെ കിട്ടും എന്തായാലും. നമ്മുടെ ഇവിടുത്തെ KSRTC ബസ് ഡ്രൈവേഴ്സും ഇങ്ങനെ വലിയ ഡ്രൈവേഴ്സിനൊക്കെ സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം അടിപൊളിയാ അവരെ വണ്ടി ഓടിക്കും. നമുക്ക് അവരെ സമ്മതിക്കണം. ഇങ്ങനെ എനിക്ക് ഗുരുവായൂർ ബസ് കിട്ടി. ഒരു ബസ് വന്നു. അപ്പോൾ ആ ബസ് കയറിയിട്ട് നേരെ ഗുരുവായൂർ പോവുകയാണ്. അപ്പോൾ എന്തോ ടിക്കറ്റ് ഞാൻ എടുത്തില്ല. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്തു. പ്രൈസ് എത്രയെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ട്രെയിൻ കയറിയപ്പം നമ്മുടെ ടിക്കറ്റ് എത്ര 110 പിന്നെ ട്രെയിനിൽ നിന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് KSRTC പിടിച്ച് ഗുരുവായൂർ പോകണതിന് 56 രാവിലെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പം 25 പിന്നെ 35. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ ബസ് സ്റ്റോപ്പ് കേട്ടോ. ബസ് സ്റ്റോപ്പല്ല, ഡിപ്പോ, ഗുരുവായൂർ ഡിപ്പോയിൽ നമ്മൾ നേരെ ഗുരുവായൂർ ടെമ്പിളിലേക്ക് നടന്നു പോകണം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഈ ബാഗും ക്യാമറയും എല്ലാം എവിടെയെങ്കിലും വയ്ക്കുക. അപ്പം കാണാൻ വരണം എന്താ ഒരു ഫീലെന്നറിയാം. ഞാൻ ഗുരുവായൂരപ്പനായിട്ടുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയാണ്, അത് വേറൊരു ഫീലാണ്. അതൊരു
വേറൊരു എനർജിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ആവാനുള്ള വഴി നോക്കണം. ആണ് കഴിച്ച് എൻട്രൻസ് ഗുരുവായൂരില്ല. നമുക്കിനിയിപ്പോൾ എവിടെയെങ്കിലും ഫ്രഷ് ആവാനുള്ള പരിപാടി നോക്കാം. 3 മണിയായി. ഞാനിവിടെ 3 മണിയായപ്പോൾ എത്തി. ഈ ക്യൂ ഒക്കെ നിന്നൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോൾ 4 മണിയാവും. 4 മണിയായിട്ട് മൈ ഗോഡ് ഉറങ്ങിയില്ല രാത്രി മൊത്തം. ഗൈസ് ഇത് എവിടെയാണ് നമ്മൾ ഫ്രഷായ? ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ തന്നെ അവിടെയാണ് ഫ്രഷായ. 30 രൂപ. പിന്നെ ഞാൻ 10ൻ്റെ പേസ്റ്റ്, ഒരു ബ്രഷ്, സോപ്പ് ഇതൊന്നും ഞാൻ എടുത്തില്ല. എല്ലാം പുതിയതെന്ന് വെച്ച് പിന്നെ നല്ല ഇതും വാങ്ങിച്ചത് ഒരു 130 ആയി. അപ്പോൾ ഞാൻ ഇതും കൊണ്ട് എല്ലാം ബാഗ് ഞാൻ വെച്ചില്ല, അവിടെ കുറച്ച് അകത്ത് വെക്കാമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്ന് ഫ്രണ്ട് സൈഡ് കാണിച്ചു തന്നിട്ട് അവിടെ ക്ലോക്ക് റൂമിൽ വെക്കാമെന്ന്. വാച്ച് ഞാൻ എടുത്ത് കെട്ടിയിട്ടുണ്ട് സമയം നോക്കാനായിട്ട്. ഫോണൊക്കെ അതിനകത്ത് വയ്ക്കണം, എല്ലാം വെക്കണം. ഇനി ഒന്നും പറ്റില്ല. നല്ല ക്യൂ ആണ്. രാവിലെ എന്തായാലും നമുക്ക് പോവാം. ഒന്നും കാണിക്കാൻ പറ്റില്ല. എന്തായാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ഞാൻ വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം, അകത്തോട്ട് പോകാം. എൻട്രൻസ് നമ്മൾ ഫ്രണ്ട് ഭാഗം വഴി. ഇത് ഫ്രണ്ട് ഏത് ഭാഗമെന്ന് പറഞ്ഞുതരാം. ഫ്രണ്ടല്ല ഇത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡല്ല. ഇത് ബാക്ക് സൈഡാണ്. ശരിയല്ല, ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് വഴി നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എൻട്രൻസിൽ കയറുമ്പോൾ സ്ട്രൈറ്റ് ഒരു റോഡുണ്ട്. ആ സ്ട്രൈറ്റാ പോകുമ്പോൾ ആ ഫ്രഷ് ആവുള്ള അവിടെ കിട്ടും. 30 രൂപയുള്ളൂ. നല്ല വൃത്തി നീറ്റൊക്കെ ഉണ്ട്. നമുക്ക് നേരെ അമ്പലത്തിലോട്ട് വെച്ച് പയ്യെ നടന്ന് ഞാനൊരു മുണ്ടും പിന്നെ താണ്ട് ഈ സാധനം എന്താ ഇത് തോർത്ത് കൊടുത്തിട്ട് എൻ്റെ കോസ്റ്റ്യൂം ഉണ്ടോ അത്രയുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ബാക്ക് സൈഡിലുള്ള വ്യൂ അമ്പലത്തിൻ്റെ. അപ്പോൾ വാച്ച്, ഫോണ്, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് സാധനമായ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതല്ല. ഇതാണ് ബാക്ക് സൈഡ്, ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ്. എല്ലാം ഞാനിവിടെ വെച്ചിട്ട് പോവാം കാശ്. ഇവിടെ വെച്ചിട്ട് പോവാം. എന്നിട്ട് ഞാൻ പോവേണം കേട്ടോ. തൊഴുതിട്ടൊക്കെ വരാം. എന്നിട്ട് നിങ്ങൾക്ക് തൊഴുതിട്ട് വന്നിട്ട് ഞാൻ ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം. ഞാൻ തൊഴുതിറങ്ങി. സാധാരണ വരുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വന്ന് പെട്ടെന്ന് എന്നെ കയറി പെട്ടെന്ന് എന്നെ തൊഴുത്. ഞാൻ കണ്ട ദർശനം ഉണ്ണിക്കണ്ണനായിരുന്നു. എന്താ ഫീലായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ക്യാമറയൊക്കെ വെച്ചിട്ട് പോയപ്പോൾ പിന്നെ എൻ്റെ ഒരു മനസ്സിൽ ഒന്നും വാങ്ങിച്ചില്ലല്ലോ എന്നൊരു ടെൻഡൻസി വന്നു. അങ്ങനെ ഞാൻ പോയി 2 മയിൽപ്പീലി വാങ്ങിച്ചുകൊണ്ട് പോയാണ് ദർശനത്തിൽ കണ്ടത് ഉണ്ണിക്കണ്ണനായിരുന്നു. വല്ലാത്ത ഫീലായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് ചന്ദനം തൊട്ടുന്നില്ല. അപ്പോൾ അതായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ഒരു നിങ്ങൾക്ക് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ വന്ന് കാണുക. അടിപൊളിയാണ്, സൂപ്പറാ. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഞാൻ മടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങുക. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി നിന്ന് ഡ്രസ്സ് മാറുക, വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഇനി അടുത്ത ബസ് സ്റ്റോപ്പിൽ പോവുക ഇവിടുന്ന്. അങ്ങനെ ഗൈസ്, ഞാൻ മൊത്തം എല്ലാം കൂടി
ഡ്രസ്സൊക്കെ മാറി പഴയത് കൊലായി. ഇനി ഇവിടെ നിന്ന് നേരെ തിരിച്ചു അടുത്ത് വേറൊരു അമ്പലമുണ്ട്, അവിടെയും കൂടി കയറി തൊഴുതിട്ട് നേരെ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുന്നേ കുളിക്കാൻ കയറിയില്ല, അവിടെ തന്നെ ഞാൻ പോയി 10 മിനിറ്റ് ഡ്രസ്സും ചേഞ്ച് ആക്കുന്നില്ല. അങ്ങനെ ഞാൻ ഗുരുവായൂരിന്ന് എറണാകുളം ബസ് കയറി. എറണാകുളം ബസ്സിൽ കയറിയിട്ട് തൃപ്രയാർ ഇറങ്ങണം. തൃപ്രയാർ ഇറങ്ങിയിട്ട് കാഞ്ഞാണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ചാവക്കാടില്ലല്ലോ, കാഞ്ഞാണി എന്തോന്ന് പുത്തൻപീടിയ, അവിടെ പോകണം. ഞാൻ ഗുരുവായൂരിന്ന് ബസ് കയറി നേരെ തൃപ്രയാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഞാൻ പോകാമെന്നാണ്, ബസ് കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മുടെ റിയേഷ് വരാമെന്ന് പറഞ്ഞു. റിയേഷിനെ നിങ്ങൾക്കറിയില്ലല്ലോ, റിയേഷിനെ പരിചയപ്പെടുത്തി തരാം. റിയേഷ്, സുബീഷ് ഏട്ടായി, നമ്മുടെ മുകേഷ് ഏട്ടായി, എല്ലാവരും ശ്രീകാന്ത്, എല്ലാവരും നമ്മളെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അവനിവിടെ ആയിരുന്നു, അവനെ കണ്ടിട്ടില്ലല്ലോ, അവനെ ഞാൻ ഇന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അവൻ വരാമെന്ന് പറഞ്ഞു, നാട്ടിലുണ്ട്. അവനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് തൃപ്രയാറിൽ. രാവിലെ ഇപ്പോൾ ഒരു 7 മണിയായി. വരാമെന്ന് പറഞ്ഞു, നോക്കാം. അവൻ വന്നിട്ട് നമുക്ക് ഇവിടെ അടുത്തൊരു ടെമ്പിളുണ്ട്, വിഷ്ണുമായ സ്വാമിയുടെ. അപ്പോൾ അവിടെയും പോയി ഒന്ന് തൊഴുതിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ അവിടെ പോകാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവനെ വെയിറ്റ് ചെയ്യാം, അവനിനി എപ്പോൾ വരുമെന്നറിയില്ല. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ചെറുക്കൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിപ്പോൾ അപ്പോൾ എങ്ങോട്ട് പോണേ? അവിടെ പോണോ? തൃപ്പയാറല്ല, ഇവിടെ പോണോ? പോയിട്ടില്ല, ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഞാൻ വന്നപ്പോൾ പോയി. ഇനി അവിടെയാണ് പോകാനുള്ളത്. അങ്ങനെ നമ്മൾ റിയേഷ് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഗൈസ്. അപ്പോൾ അതെ, കുറേ കാലങ്ങളായി സുന്ദരമായി നാട്ടിൽ എനിക്കൊരു ഇനിയിപ്പം അമ്പലത്തിൽ പോയിട്ട് കാണാൻ സുഹൃത്തുക്കളെ. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിപ്പോൾ അളിയവിടെ ഇരിപ്പുണ്ട്, വേണ്ടി കൊടുത്തിട്ട് പോകും. ഗൈസ്, അങ്ങനെ ഞാൻ അർച്ചനയൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കഴിക്കാം പോയിട്ട്. എൻ്റെ 2 അമ്പലത്തിൽ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ച് 2 അടുത്ത് എത്തിച്ചേരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അവനെയും കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറി ഫുഡും കഴിച്ചിട്ട് അടുത്ത വണ്ടി പിടിച്ച് നേരെ നാട്ടിലോട്ട് പോയി. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താടാ? പെരുങ്ങോട്ടുകര. ഇതാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം അല്ലേ? ഇവിടുത്തെ മറ്റേ ഇത് നോക്കിയേ എൻ്റെ മോനെ. ഇല്ല, നേരെ എവിടെയെങ്കിലും പോയിട്ട് എല്ലാം കഴിക്കാം. നീ പല്ല് ചെയ്ത് അങ്ങനെ നമ്മൾ വന്ന് ഒരു മുട്ടക്കരയും പറഞ്ഞു, മുട്ട റോസും പറഞ്ഞിട്ടുണ്ട്. ആദ്യം കഴിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഇതൊക്കെ യാത്ര ചെയ്ത് പടായി കഴിച്ചു. ഇത് രക്ഷയില്ല. അങ്ങനെ കഴിച്ച് ഞാൻ അവൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് അപ്പം മുട്ടക്കറിയും കഴിച്ചു. അതും കഴിച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി എപ്പം ബസ് വരുമെന്നറിയില്ല, നമുക്ക് അതായത് നോക്കാം. നല്ലൊരു ചൂടായി, മുടിഞ്ഞ ചൂട്. ബസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പോവാം, നമുക്ക് ബസ്സിൽ പോവാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും പറയണ്ട. ഞാനങ്ങനെ തൃപ്രയാറിന് തൃപ്രയാറിന് എറണാകുളം ബസ് കയറിയില്ല. അവനാണെങ്കിൽ എന്നെ കൊണ്ടുപോയി കറക്കി ഞാൻ ടയേർഡായി മരിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ എറണാകുളത്തുനിന്ന് നേരെ ഇപ്പോൾ ദാ നമ്മുടെ നോർത്തിൽ വന്നിട്ട് ഇവിടെ ബസ്സിൽ കയറി. ഇപ്പം ഇനി ബാറ്റിങ്ങിൽ ഇറങ്ങണം. ചൂടെന്ന് പറഞ്ഞാലുണ്ടല്ലോ മോനെ, എന്താ സുഖം. കുറേ പറയാനുണ്ട്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞു തരാം. ഇത് വന്നിട്ട്
ബസ്സിലിരിക്കുന്നു. അപ്പോൾ ഫാസ്റ്റ് കയറി 225 സുഖമുണ്ട്. അങ്ങനെ ഞാൻ ഒരു രാത്രി 9:15 തിരിച്ചെത്തി, വീടിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ ഒരു പയ്യൻ വരും വിളിക്കാൻ. ബസ്സിലാണ് വന്നത്. 2-3 ബസ്സൊക്കെ കയറി എൻ്റെ ഊപ്പാട് വന്നു. പിന്നെ ബാക്കി ഞാൻ രാവിലെ ബാക്കി ഞാൻ പറയാം നിങ്ങളടുത്ത് എന്തൊക്കെയായിരുന്നു. ഇപ്പം എനിക്ക് വയ്യ, ഞാൻ തളർന്ന്, എനർജി ഇല്ല. ഒറ്റയ്ക്കല്ലേ പോയ, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അയ്യോ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഞാൻ ചെന്നിട്ട് പിന്നെ ബാക്കി ഞാൻ ഫുള്ള് ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ.